കുട്ടികൾ നടത്തുന്ന കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിരന്തരം വർദ്ധിക്കുന്നു. സിനിമകളെയാണ് ഒരുവിധം ആളുകളും കുറ്റപ്പെടുത്തുന്നത്. വയലൻസ് സിനിമകൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പോൾ ശരിക്കും എന്താണ് ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാം, വളരെ നിസ്സാരമായ കാരണങ്ങളുടെ പുറത്താണ് പല ക്രൈമും നടക്കുന്നത്. അതിവൈകാരികമായി പല കാര്യങ്ങളെയും കുട്ടികൾ എടുക്കുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തല്ലാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരുടെ മെച്യൂരിറ്റി കുറവിനെയാണ് നമ്മൾ കാണേണ്ടത്. വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന പല വിഷയങ്ങളും കുട്ടികളെ വല്ലാതെ അലട്ടുന്നു എന്ന് തോന്നും. ഒരു സ്കൂളിൽ എങ്ങനെയാണ് റാഗിങ് നടക്കുന്നത്? സീനിയറായ ഞാൻ ജൂനിയറായ നിന്നേക്കാളും എന്തോ മികച്ചതാണെന്ന ഒരു തോന്നലാണ്. ഒരു സീനിയർ സ്റ്റുഡൻറ്റ് കോളേജിലെ ഫ്രഷറായ കുട്ടിയെ റാഗ് ചെയ്യുന്നു. ഇതിൽ ഒരുത്തൻ പ്രതികരിച്ചാൽ സീനിയറുടെ ഈഗോ വർക്കാകും. എല്ലാ സീനിയർമാർക്കും പിന്നീട് അവനോടായിരിക്കും കൂടുതൽ ദേഷ്യം. കഴിയുന്നതും അവനെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കും. പ്രതികരിക്കുന്നവൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പോലും ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടില്ല. എതിർത്ത് സംസാരിക്കുന്നവനോടാണ് ഒരുതരം ഈഗോ കൊണ്ടു നടക്കുക. ഡിവിഷനുകൾ തമ്മിലുള്ള ഈഗോ, കളിക്കിടയിലുള്ള വഴക്കുകൾ, സ്കൂൾ പരിപാടികൾക്കിടയിലുള്ള വഴക്കുകൾ, ഇങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾക്കാണ് അടി തുടങ്ങുന്നത്. 20 വയസ്സ് കഴിഞ്ഞവരിൽ തന്നെ പരസ്പരം പിണങ്ങുക, മിണ്ടാതിരിക്കുക തുടങ്ങിയ വളരെ ബാലിശമായ കാര്യങ്ങൾ കാണുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സില്ലിയായി ഇവർക്ക് തന്നെ തോന്നാമെങ്കിലും പഠിക്കുന്ന സമയത്ത് വളരെ കാര്യമായിട്ടാണ് പലരും ഇതൊക്കെ എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കുട്ടികൾ വയലൻസ് പഠിക്കുന്നത് മുതിർന്നവരിൽ നിന്നാണ്, അവരെ അനുകരിച്ചാണ്. സമൂഹത്തിൽ കണ്ടുശീലിച്ച പല ഘടകങ്ങൾ തന്നെയാണ് കുട്ടികളുടെ സ്വഭാവത്തിൽ നിന്നും പ്രകടമാകുന്നത്. മുതിർന്ന ആളുകളിൽ തന്നെ മോശം പെരുമാറ്റം കാണുമ്പോൾ കുട്ടികളും അത് അനുകരിക്കും. ഇത്തരം കുട്ടികളുടെ ഇമ്മച്വറായ പെരുമാറ്റം മൂലമാണ് വഴക്കുകൾ വർദ്ധിക്കുന്നത്. ചെറിയ വഴക്കുകളിൽ തുടങ്ങി പിന്നീട് അത് വലിയ സംഘർഷങ്ങളിൽ ചെന്നെത്തുന്നു. മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസിൽ തന്നെ പ്രതികളായ കുട്ടികളുടെ വാട്സപ്പ് ചാറ്റ് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും, അവർക്ക് നമ്മുടെ നിയമങ്ങളെപ്പറ്റി പലതും തെറ്റായ ധാരണകളാണ് ഉള്ളത്. ഇത്തരം തെറ്റായ ധാരണകൾ അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നുമാണ്. അപ്പോൾ കൂടുതൽ മെച്യൂറായ മാതൃകകൾ കാണിക്കേണ്ടത് മുതിർന്ന മനുഷ്യരാണ്. നമ്മൾ മെച്യൂരിറ്റി എന്നത് അർത്ഥമാക്കുന്നതിൽ തന്നെ ചില പ്രശ്നമുണ്ട്. കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നതിനെയാണ് മെച്യൂരിറ്റി കുറവായി നമ്മുടെ ആളുകൾ പൊതുവെ കണക്കാക്കുന്നത്. മുതിർന്നിട്ടും കാർട്ടൂൺ കാണുന്നയാളോ അല്ലെങ്കിൽ കളിക്കുടുക്കയോ ബാലരമയോ വായിക്കുന്ന ആളെയെ കണ്ടാൽ പോത്ത് പോലെയൊക്കെ വളർന്നില്ലേ, ഇനിയെങ്കിലും മെച്യൂരിറ്റി വെച്ചൂടെ എന്നൊക്കെ പറയും. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും യുക്തിസഹമായും പ്രവർത്തിക്കുന്നതിനെയാണ് മെച്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന സംഗതികൾ പ്രായത്തിൽ മുതിർന്നിട്ടും ഇഷ്ടപ്പെടാതിരിക്കുന്നതിനെ അല്ല. ഒരു പാർക്കിൽ ഊഞ്ഞാലിലിരുന്ന് ആടുന്നത് മെച്യൂരിറ്റി കുറവാണോ? നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാക്കുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ബോധവാനാവുക എന്നതാണ് പ്രധാനം. കുട്ടിയായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ ആരെയൊക്കെ വേദനിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ അറിയാറില്ല. പഠിക്കുന്ന സമയത്ത് പഠിച്ചാൽ മാത്രം മതി എന്ന ഒരു കണ്ടീഷനിങ് ആണ് പലപ്പോഴും ഇതിന് കാരണമായി എന്ന് തോന്നാറുണ്ട്. പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടിയിരിക്കുന്നു. ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ മോശക്കാരൊന്നുമല്ല. മര്യാദപൂർവ്വമുള്ളതും അന്യോന്യം മനസ്സിലാക്കുന്നതുമായ തരത്തിൽ സംസാരിക്കാൻ അവരെ പരിശീലിപ്പിച്ചാൽ മതി. വീടുകളിലെയും സമൂഹത്തിലെയും പ്രശ്നങ്ങൾ മാന്യമായ രീതിയിൽ തന്നെ ഡീല് ചെയ്യുന്നത് അവർക്ക് കാണാൻ പറ്റണം. സ്കൂളുകളിൽ പുസ്തകം കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും സോഷ്യലി റെസ്പോൺസിബിളായി എങ്ങനെ പെരുമാറണം എന്നതാണ് പഠിപ്പിക്കേണ്ടത്. പോരാത്തതിന് നമ്മുടെ നിയമ സംവിധാനങ്ങളെപ്പറ്റിയും അത്യാവശ്യമൊക്കെ അവർ അറിഞ്ഞിരിക്കണം. എങ്കിൽ സിനിമകളിലെ വയലൻസ് കണ്ടാൽ ഇത് യഥാർത്ഥ ജീവിതത്തിൽ നടക്കില്ല എന്ന് അവർക്ക് ബോധ്യം വരും.